യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിന് ഒരുക്കമായ 25 നോമ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായി പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വചനം ഇപ്രകാരം പറയുന്നു: അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, സഖറിയ എലിസബത്ത് ദമ്പതികളെക്കുറിച്ചാണ് തിരുവചനം ഇപ്രകാരം പറയുക. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, കുടുംബത്തിലെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, അവർക്കുണ്ടാകേണ്ട അഭിഷേകം എന്തായിരിക്കണം. ഈ നോമ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം തിരുവചനം വഴി തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരായിരിക്കണം, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരിക്കണം. ഈ ഒരു അഭിഷേകം നമ്മുടെ ഈ കുടുംബജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നീ മാതാപിതാക്കളിൽ മാത്രമല്ല കേട്ടോ, സഖറിയായിലും എലിസബത്തിലും ഉണ്ടായിരുന്ന ഈ വലിയ ദൈവികമായ അഭിഷേകം, ഈ വലിയ വിശുദ്ധിയുടെ അഭിഷേകം, ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നതിലുള്ള വലിയ തീഷ്ണത, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ആ വലിയ ആ തുറവി, ആ വിധേയത്വം ഈ നോമ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ 25 നോമ്പ് തിരുസഭ നമുക്ക് നൽകുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതേ തീഷ്ണത കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, നിരവധിയായ പാപമേഖല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതെല്ലാം ഈ ദിവസം കുമ്പസാരം എന്ന കുദാശയിലൂടെ വലിയ അനുതാപത്തോടെ വലിയ പാപബോധത്തോടെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ആ പാപം ഉപേക്ഷിച്ച് വീണ്ടും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്ന നല്ലൊരു വ്യക്തിയായി മാറാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈ ദിവസത്തെ ദൈവികാന ആരാധനയിൽ തിരുവസ്തുര്യനായ ഈശോയോട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, സഖറിയ എലിസബത്ത് ദമ്പതികളെ പോലെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മൾ ദൈവികാരൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധന ആരാധന യേശുവേ ആരാധന, ആരാധന ആരാധന യേശുവേ ആരാധന. ക്രിസ്മസിനൊരുക്കമായ 25 നോമ്പിൻ്റെ 3-ാം ദിവസം തിരുവസ്തുര്യനായ ഈശോയെ, ഞങ്ങൾ അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്, സഖറിയ എലിസബത്ത് ദമ്പതികൾ ജീവിച്ചതുപോലെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്ന ഒരു വ്യക്തിയായി കുടുംബമായി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, നല്ല ഈശോ ഈ ദിവസം ഞങ്ങൾക്ക് അനുതാപം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പാപബോധത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, പശ്ചാത്താപം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരായി ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ചെയ്തുപോയ ഓരോ പാപവും കാഴ്ചവെച്ച് യേശുവേ 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 എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുതാപം കിട്ടാൻ വേണ്ടി ഈ സമയം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശു തരുന്ന ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി വലിയ ഭക്തിയോടെ കൂപ്പുകരങ്ങളോടെ യേശുവിടെ തിരുമുമ്പിൽ നമുക്കായിരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.